ബിസിനസ്സിലെല്ലാം കൈവിട്ടു പോവുകയാണെന്ന് തോന്നുന്ന നിമിഷങ്ങളില്ലേ, അവിടുന്ന് എങ്ങനെ ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്താമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായുള്ള 139 ആക്ഷൻ പ്ലാനിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യമിതാണ്: എല്ലാം തകർന്നു എന്ന് തോന്നുന്നൊരു പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ എങ്ങനെ തിരികെ വരും? വെറുതെ പഴയ അവസ്ഥയിലേക്ക് എത്തുന്നതിന് പകരം കൂടുതൽ ശക്തമായൊരു സുസ്ഥിര വളർച്ചയിലേക്ക് എങ്ങനെ മാറാം? ഇതിനായി 5 പ്രധാന കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. 1. നാശനഷ്ടങ്ങൾ വിലയിരുത്തൽ. 2. തിരിച്ചുവരവിന്റെ 5 തൂണുകൾ. 3. അത് നടപ്പിലാക്കുന്ന രീതി. 4. ലീഡർഷിപ്പും സുതാര്യതയും. ഒടുവിലായി സുസ്ഥിര വളർച്ചയ്ക്കുള്ള അളവുകോലുകൾ. അപ്പോൾ ആദ്യത്തെ പടിയായി നമ്മുടെ നാശനഷ്ടങ്ങൾ എത്രത്തോളമുണ്ടെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. നമ്മുടെ ലക്ഷ്യം ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നീക്കുക എന്നതല്ല കേട്ടോ, മറിച്ച് നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ പിടിച്ച് വളരെ ചിട്ടയായ പ്ലാനിങ്ങിലൂടെ വളർച്ചയിലേക്ക് തിരികെ നടക്കുക എന്നതാണ്. ഇതൊന്ന് ശ്രദ്ധിക്കൂ. എവിടെയാണ് നമുക്ക് തെറ്റിയതെന്ന യാഥാർത്ഥ്യവും അതിൽ നിന്ന് ഭാവിയിലേക്ക് നമ്മൾ എന്ത് പഠിച്ചു എന്നതും തികച്ചും വ്യത്യസ്തമായ 2 കാര്യങ്ങളാണ്. ഈ ഒരു തിരിച്ചറിവാണ് റിക്കവറിയുടെ ആദ്യത്തെ പടി. പരിഹാരങ്ങൾ തേടുന്നതിന് മുൻപ് എവിടെയൊക്കെയാണ് മുറിവേറ്റതെന്ന് കൃത്യമായി നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. സാമ്പത്തികമായി എത്ര നഷ്ടം വന്നു, നമ്മുടെ പ്രവർത്തനങ്ങളെ അതെങ്ങനെ ബാധിച്ചു, ബ്രാൻഡിന്റെ സൽപ്പേരിന് എന്ത് സംഭവിച്ചു, ഇവ കൃത്യമായി അറിഞ്ഞിരിക്കണം. ശരി, ഇനി 2ാമത്തെ വിഭാഗത്തിലേക്ക് കടക്കാം. അതാണ് തിരിച്ചുവരവിന്റെ 5 തൂണുകൾ. ഈ 5 കാര്യങ്ങളാണ് നിങ്ങളുടെ റിക്കവറിയുടെ അടിത്തറ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന വെറും തോന്നലുകളല്ല, മറിച്ച് നിങ്ങളുടെ ടീമിന് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കൃത്യമായ ലക്ഷ്യങ്ങളാണിവ. സാമ്പത്തിക ഭദ്രത, പ്രവർത്തനക്ഷമത, കസ്റ്റമറുടെ വിശ്വാസം, ടീമിന്റെ ആത്മവിശ്വാസം, പിന്നെ ബ്രാൻഡിന്റെ വിശ്വാസ്യത. അടുത്തതായി 3ാമത്തെ ഘട്ടം. ഈ തയ്യാറാക്കിയ പ്ലാനുകൾ നമുക്കെങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം. കാര്യങ്ങൾ തനിയെ ശരിയാകും എന്ന് വെറുതെ വിശ്വസിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. സപ്ലൈ ചെയിൻ മുതൽ ടെക് വരെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരവും അത് നടപ്പിലാക്കാനുള്ള സമയപരിധിയും അതിനൊരു ഉത്തരവാദപ്പെട്ട ആളും ഇവിടെ ഉറപ്പായും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ കാര്യവും. ആന്തരിക ചെലവുകൾ ചുരുക്കുന്നതും പുതിയ ഫണ്ടുകളും വരുമാനവും കണ്ടെത്തുന്നതും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഈ സന്തുലിതാവസ്ഥയാണ് കമ്പനിയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നത്. തിരിച്ചുവരവിലേക്കുള്ള യാത്ര ഒരിക്കലും അത്ര എളുപ്പമായിരിക്കില്ല. ഫണ്ട് തീർന്നുപോകുന്നതോ മാർക്കറ്റ് നമ്മളെ തഴയുന്നതോ പോലെയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് ഒരു പ്ലാൻ ബി എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കരുതണം. ദുരന്തം രണ്ടാമതും വരുന്നതുവരെ കാത്തിരിക്കരുത്. ഇതൊരു യാത്രയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യം നമ്മൾ കമ്പനിയുടെ സ്ഥിരത ഉറപ്പാക്കുന്നു, പിന്നീട് പ്രവർത്തനങ്ങൾ പരമാവധി മെച്ചപ്പെടുത്തുന്നു, ഒടുവിൽ വലിയൊരു വളർച്ചയിലേക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ കുതിക്കുന്നു. ഇനി 4ാമത്തെ വിഭാഗം. ഒരു മികച്ച പ്ലാൻ മാത്രം പോരാ, അത് നയിക്കാൻ കൃത്യമായ നേതൃത്വവും സുതാര്യതയും ആവശ്യമാണ്. നിങ്ങളൊരു ഫൗണ്ടറോ സിഇഒയോ ആണെങ്കിൽ ഈ സമയത്ത് കപ്പലിന്റെ ക്യാപ്റ്റൻ നിങ്ങളാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളുടെ മുഴുവൻ ടീമിനെയും കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിർത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. സുതാര്യമായ ആശയവിനിമയമാണ് ഇവിടെ ഏറ്റവും ആവശ്യം. നിക്ഷേപകരും ജീവനക്കാരും കസ്റ്റമേഴ്സും ഒരേ സമയം നിങ്ങളിലുള്ള വിശ്വാസം തിരികെ കൊണ്ടുവരുന്നുണ്ടെന്ന് ഈ കമ്മ്യൂണിക്കേഷൻ പ്ലാൻ ഉറപ്പാക്കുന്നു. ഓക്കെ, നമ്മൾ അവസാന ഭാഗത്തേക്ക് വരികയാണ്. നമ്മുടെ ഈ ശ്രമങ്ങളൊക്കെ ശരിയായ ദിശയിലാണോ എന്ന് എങ്ങനെ അളക്കാം? അതിനുള്ള മെട്രിക്സുകൾ നോക്കാം. നിങ്ങളുടെ ടീമിലെ എത്ര പേർ ഇപ്പോഴും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട് എന്നൊരൊറ്റ സംഖ്യ മതി. ഈ തിരിച്ചുവരവിൽ അവർക്ക് എത്രത്തോളം വിശ്വാസമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത് വളരെ നിർണായകമാണ്. ഓരോ മാസത്തെയും ചെലവ്, വരുമാനത്തിലെ വളർച്ച, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇവ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിലൂടെ കമ്പനിയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പ്രതിസന്ധി ഒന്ന് ഒതുങ്ങിയെന്ന് കരുതി റിലാക്സ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റിലും കമ്പനിയുടെ കൾച്ചറിലുമൊക്കെ നിരന്തരമായ വിലയിരുത്തലുകളും മാറ്റങ്ങളും കൊണ്ടുവന്നാൽ മാത്രമേ ഈ റിക്കവറി പൂർണ്ണമാകൂ. ഇതിനെ ഒരു കോർപ്പറേറ്റ് ഡോക്യുമെന്റായി മാത്രം കാണരുത്. ഇതിലെ ലക്ഷ്യങ്ങളും മുൻഗണനകളും നിങ്ങളുടെ ലീഡർഷിപ്പ് ടീം ഒന്നടങ്കം ഒരു പ്രതിജ്ഞയായി ഏറ്റെടുക്കണം. അപ്പോഴേ ഇതൊരു വിജയമാകൂ. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ പ്രതിസന്ധിയെ വെറുമൊരു പരാജയമായി കാണാതെ നാളത്തെ നിങ്ങളുടെ അടുത്ത വലിയ കുതിച്ചുചാട്ടത്തിനായുള്ള ഒരു ലോഞ്ച് പാഡായി ഇതിനെ മാറ്റിക്കൂടെ? തീർച്ചയായും സാധിക്കും. ആലോചിച്ചു നോക്കൂ.